ഹായ്. അപ്പം എന്നത്തെയും പോലത്തെ ഒരു വെഡിങ് വ്ളോഗ് അല്ല കേട്ടോ ഒന്ന്. പക്ഷെ വെഡിങ് വ്ളോഗിന്റെ ഇടയിൽ ഒരു ബർത്ത്ഡേ വ്ളോഗ് കുത്തിയിട്ട് എടുത്ത പോലെയാണെന്നും പറയാം. അപ്പം ആർക്കാണ് എവിടേക്കാണെന്നൊക്കെ വഴിയെ പറയാം. ഈ ഒരു ഡ്രസ്സാണ് ഞാൻ മേടിച്ചത്. ഇതിന്റെ എക്സ്ട്രാ സ്മോൾ സൈസാണ് ഞാൻ എടുത്തത്. അപ്പം ഇതിന്റെ കൂടെ പെയർ ചെയ്യാൻ ഞാനൊരു ചെരുപ്പ് നോക്കി. 37 ഇവിടെ ഒരു ചോക്ലേറ്റ് കിടപ്പുണ്ട്. പിങ്കാണ്, പക്ഷേ എന്നെക്കാട് ചെറുതൊക്കെ ആലോചിക്കാം അവിടെ. സോ ഐ തിങ്ക് 37 രൂപയ്ക്കുണ്ട്. അങ്ങനെ ആ ചെരുപ്പ് മേടിച്ചു, ഈ കപ്പലും മേടിച്ചു. ആ അടിയിലുള്ള റിംഗമ്മല് ഞാൻ എനിക്ക് മേടിച്ചതാണ് കേട്ടോ. ഓണത്തിൻ്റെ ഇടയിലാണ് പൊട്ടുവച്ചണം എന്ന് എനിക്കറിയാം. എനിക്ക് കൂടി എനിക്ക് ആ കമ്മല് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നിട്ട് സ്റ്റുഡിയോന്ന് ഞാൻ ഇറങ്ങി നേരെ പോയത് അഭിനയിച്ച പ്രിൻറ്റേഴ്സിലോട്ടാണ്. അവിടെ ചെന്നിട്ട് ഞാൻ കുറച്ച് ഫോട്ടോ പ്രിന്റ് എടുത്തു. ഞാൻ മുന്നേ മീഷോയിൽ നിന്ന് കുറച്ച് ഫ്രെയിംസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. സംഭവം പ്രതീക്ഷയിൽ അടിപൊളിയായതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ആണ് നിങ്ങൾ എൻ്റെ മുഖത്ത് കാണുന്നത്. അപ്പോൾ കൂടി സഹായിച്ചിട്ട് ഞാൻ ആ ഫ്രെയിമിലോട്ട് ഈ പ്രിന്റ് ചെയ്ത ഫോട്ടോസ് ഒക്കെ കയറ്റി വെച്ചിട്ട് അത് സെറ്റാക്കി. ഇപ്പോൾ ഫോട്ടോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് സാഹിലയാണ് കേട്ടോ. ഇത് പോകുന്ന വഴിക്കാണ് കേക്ക് മേടിച്ചത്. കേക്ക് മേടിച്ചത് ആകെ മൊത്തം കൊളാക്കിയിട്ടുണ്ടായിരുന്നു. ചേച്ചി എനിക്ക് വിഷമമായി. അവിടെ ചെന്ന പാടെ അവളെ പ്രാരാബ്ദങ്ങൾ അവളെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് മേടിച്ച സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് എടുത്ത് നോക്കി അന്വേഷിച്ച് പറക്കി എങ്ങനെയുണ്ട് നോക്കിക്കൊണ്ടിരിക്കണം. അതിന് തന്നെ ചെരുപ്പ് ഇട്ട് നോക്കിട്ടോ. ചെരുപ്പ് പാകമാണ്, കറക്റ്റ് പക്കയാണ്, അവൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഉടുപ്പ് ഇട്ട് നോക്കി കൊള്ളാല, എനിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ. എന്നിട്ട് ഉമ്മച്ചി എനിക്ക് പൊറോട്ടയും ബീഫും തന്നു. ക്യാമറ കാട്ടി കഴിഞ്ഞാൽ പ്രതികളെ കൊണ്ടുപോകുന്ന പോലെ മുഖം മറിക്കുന്ന ഫ്രണ്ടാണ് എൻ്റെ ഫ്രണ്ട്. അങ്ങനെ ഹാപ്പി ആയിട്ട് കേക്ക് കട്ടിയത്. ഇടയ്ക്ക് തോന്നുന്നു എൻ്റെ മമ്മിക്ക് എന്നെക്കാട്ട് കൂടുതൽ സ്നേഹം അവളോടാണെന്ന്. പിന്നെ ഉമ്മച്ചിക്ക് എന്നോട് സ്നേഹം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ കല്യാണച്ചക്കിന് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ പോയി. അത് കഴിഞ്ഞ് വീട്ടിൽ പോയി. അടുത്ത വീഡിയോയിലിടാം. ശരി, ബൈ.